എല്ലാവരും സംസാരിക്കുന്നത്, താത്വികതയും എല്ലാം സംസാരിക്കുന്നത്, മതങ്ങളെല്ലാം സംസാരിക്കുന്നത്, എല്ലാം ഉദ്ബോധിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ വ്യർത്ഥതയെ പറ്റിയാണ്. എന്നാൽ ഞാൻ പറയുന്നത് ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ പറ്റിയാണ്. ജീവിതം ഒരിക്കലും വ്യർത്ഥമല്ല. അത് നന്നായി ഉപയോഗിച്ചാൽ, അത് നന്നായി പരിപാലിച്ച്, നന്നായി ജീവിതം സംരക്ഷിച്ച്, നന്നായി നമ്മൾ ജീവിതത്തെ കണ്ടാൽ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ വളരെയേറെയാണ്. ജീവിതം വെറും നൈമിഷ്യമല്ല. ഓരോ നിമിഷവും ആസ്വദിക്കേണ്ടതാണ് ജീവിതം. ജീവിതം നശ്വരമാണ് എന്നൊക്കെ പറയുന്നതിലും ആ നശ്വരതയുടെ ഇടയിലുള്ള ജീവിതം അത് നന്നായി നമ്മൾ കാണേണ്ടതാണ്, ആസ്വദിക്കേണ്ടതാണ്. എല്ലാം വ്യർത്ഥമാണ്, ഭൂമിയിലുള്ള എല്ലാം വ്യർത്ഥമാണ്, നശ്വരമാണ് എന്ന് താത്വികതയെ അവലംബിച്ച് ജീവിക്കുന്നത്, ആ ജീവിതം വ്യർത്ഥമാണ്. ഈ ഭൗതിക സുഖങ്ങളെല്ലാം നമുക്ക് ആവോളം ആസ്വദിക്കേണ്ടതാണ് എന്ന് കരുതി ജീവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നതിനെപ്പറ്റി നമ്മൾ അറിയേണ്ടത്, നമ്മൾ കാണുന്ന കാഴ്ചകൾ, അനുഭവങ്ങൾ, സുഖങ്ങൾ, സുഖഭോഗങ്ങൾ, ചിലപ്പോൾ അനുഭവദോഷങ്ങൾ, ഇതെല്ലാം ജീവിതത്തിലുള്ളതാണ്. ഇതെല്ലാം അതിൻ്റേതായ പ്രാമുഖ്യം കൊടുത്ത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി നമ്മൾ ആസ്വദിച്ചാൽ ജീവിതത്തിന് അർത്ഥമുണ്ട്. ജീവിതം അർത്ഥമില്ലാത്തതല്ല. ഈ ലോകത്തിൽ തന്നെയാണ് സ്വർഗവും നരകവും. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മുടെ സ്വർഗവും നരകവും ഈ ഭൂമിയിൽ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു കവിതയാണ്. അപ്പോൾ നമ്മൾ ചത്തു ചെന്നല്ല സ്വർഗത്തിലേക്ക് പോകേണ്ടത്. ഈ ജീവിതത്തിൽ നമ്മൾ സ്വർഗം ഇവിടെ തന്നെ കണ്ടെത്തി ഇവിടെ തന്നെ ഉണ്ടാക്കണം. നമുക്കു നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മുടെ നാഗം എന്ന് വെച്ചാൽ സ്വർഗം, നരകം അറിയാമല്ലോ. അപ്പോൾ മതങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ മോക്ഷപ്രാപ്തി, സ്വർഗം, ഇതൊക്കെ വെറും സാങ്കല്പികങ്ങളാണ്. സാങ്കല്പികങ്ങളായിട്ടുള്ളതിനെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അർത്ഥശൂന്യമാണ്. നമ്മൾ നേരിൽ കാണുന്നത് കളഞ്ഞിട്ട് സാങ്കല്പികമായുള്ളതിൻ്റെ പുറകെ പോകുന്നത് അർത്ഥശൂന്യമാണ്. കുറച്ചൊക്കെ താത്വികതയും കുറച്ചൊക്കെ ഈശ്വര വിശ്വാസവും ആത്മീയതയും ഒക്കെ നല്ലതാണ്. പക്ഷേ അതൊരു സത്യമാണെന്നും അത് മാത്രമാണ് സത്യമെന്നും ധരിക്കുന്നത് തെറ്റാണ്. ആത്മീയത ഒരു സുഖത്തിന് വേണ്ടി കൊള്ളാം, പക്ഷേ ആത്മീയത മാത്രമായാൽ ജീവിതം നരകം തന്നെയാവും. ചില മതങ്ങൾ അനുശാസിക്കുന്നത് പോലെ ഇവിടെ നമ്മൾ ചെയ്തു കൂട്ടിയാൽ അവിടെ ചെന്ന് നമുക്ക് കിട്ടും എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അത് മനുഷ്യൻ മനസ്സിലാക്കണം. ഈ മതങ്ങൾ പോലും അർത്ഥശൂന്യമാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. മതാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ മതങ്ങൾ കുറച്ചൊക്കെ എന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എങ്കിലും ഈ മതങ്ങളും മതവിശ്വാസങ്ങളും പൂർണ്ണമായി ഇല്ലാതാകണം എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അതിന് ഒരു മതം മാത്രം ഇല്ലാതായാൽ പറ്റില്ല. എല്ലാ മതവും ലയിച്ചു പോകണം, എല്ലാ മതവും ഇല്ലാതാകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. നടക്കത്തില്ല. ജന്തുക്കളിൽ പോലും വർഗവർണ്ണ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മതങ്ങളും മതവ്യത്യാസങ്ങളും ഒക്കെ ലോകാവസാനം വരെ നിലനിൽക്കും. എങ്കിലും മതം മാത്രം നോക്കി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം ദുസ്സഹമാവും. നന്ദി, നമസ്കാരം.